ഹായ്, അപ്പോൾ നമ്മളെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയുടെ തുടക്കത്തിൻ്റെ ഇടയിൽ ഈ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയുടെ വീഡിയോ പിന്നീട് വരും കേട്ടോ. അതിൻ്റെ മുന്നെയാണ് ഈ റെസിപ്പി പോസ്റ്റിംഗ് വരുന്നത്. ഇത് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് പിന്നെ കണ്ണൂർ തന്നെ ഉള്ള മാട്ടൂൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ബ്രദർ മെഹബൂബ് ഖാൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടും റിലേറ്റീവ് എല്ലാം ആയിട്ടുള്ള നമ്മളെ മുഹമ്മദിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കബ്സ, അടിപൊളി കബ്സ. നിങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കണ്ടിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ടൈറ്റിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് ഔട്ട്ഡോർ വലിയ ഹ്യൂജ് കുക്കിംഗ് ആണ്. നല്ലൊരു 10-12 കിലോ ബീഫ് എടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് പിന്നെ എന്താ പറയുക, ഞാൻ ചിക്കൻ്റെ കബ്സ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ കബ്സ ചെയ്തതിൽ ബീഫിൻ്റെ കബ്സ അതേ റെസിപ്പിയാണ്, പക്ഷേ ചെയ്യുന്ന ഇതന്നെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. വേറൊന്നുമില്ല, പക്ഷെ നല്ല നല്ല ടേസ്റ്റുള്ള സാധനം. നമുക്കൊന്ന് ഉണ്ടാക്കുന്ന പാർട്ടിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 12 കിലോൻ്റെ കണക്കായിട്ടുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഗീ ഏകദേശം 120 ml ഒഴിച്ചു കൊടുക്കാം. അത്ര തന്നെ ഒരു 150 ml സൺഫ്ലവർ ഓയിൽ കേട്ടോ. പിന്നെ ബീഫിൽ നിന്നുള്ള നെയ്യ് ഇറങ്ങും, അതുകൊണ്ട് നോക്കിയിട്ട് ഒഴിച്ചാലും മതി. 6 ഉള്ളി കേട്ടോ, സ്ലൈസ് ചെയ്ത 6 ഉള്ളിയാണ്. അത് നന്നായി വഴറ്റാം. ഇഞ്ചി ജൂലിയനായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇതിന് 6 ഉള്ളിയാണ് ഇട്ട്. 6 ഉള്ളിക്ക് ഏകദേശം 100 ഗ്രാം ഇഞ്ചി കേട്ടോ. അപ്പോൾ ഇഞ്ചി വഴറ്റി കഴിഞ്ഞാൽ സിനമൺ ഇട്ട് കൊടുക്കുക കേട്ടോ. പട്ട, അതുപോലെ തന്നെ ക്ലോവ്. സിനമൺ ഞാൻ പിന്നെ ഏകദേശം 20 ഗ്രാം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പട്ടയും ക്ലോവും 20 ഗ്രാം, 20 ഗ്രാം. ഏലക്കായ് 15 ഗ്രാം. പിന്നെ കുരുമുളക് ഫുള്ള് അത് 20 ഗ്രാം. എന്നിട്ട് നന്നായി ഒന്നുകൂടെ ഇളക്കാം. ഇനി ഇതിലേക്ക് 1.5 കിലോ തക്കാളി കേട്ടോ. 1.5 കിലോ തക്കാളി നന്നായി അരച്ചത്, നല്ല റെഡ് തക്കാളി തന്നെ എടുക്കണേ. ഇതിന് പിന്നെ നന്നായി കുക്ക് ചെയ്ത് വരണം ഈ തക്കാളി പേസ്റ്റ് ഇട്ടത്. പിന്നെ എന്താ പറയുക, കളറ് മാറി വരണം കേട്ടോ നന്നായിട്ട്. ഇപ്പോൾ ടൊമാറ്റോ നന്നായി കുക്കായി വന്നു കഴിഞ്ഞാൽ ഇതാ ടൊമാറ്റോ പേസ്റ്റ് കേട്ടോ. ഇതാ പേസ്റ്റാണ് ഇടുന്നത്. ഇത് ഏകദേശം 700 ml, 700 to 800 നിങ്ങൾ ഇടണം കേട്ടോ. അത് നിങ്ങളുടെ തക്കാളിയുടെ പുളിയും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഇടാനുള്ളത്. 1 കിലോൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഇത് വലിയ അളവാണ്. നിങ്ങൾക്കുള്ള ചെറിയ അളവ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടും കേട്ടോ. അപ്പോൾ ആ പേസ്റ്റും കൂടെ കുക്കായി കഴിഞ്ഞാൽ 5 ടേബിൾ സ്പൂൺ കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ഇടണേ, 5 ടേബിൾ സ്പൂണ്. പിന്നെ അതുപോലെ തന്നെ സിനമൺ പൗഡർ 1.5 ടേബിൾ സ്പൂൺ, 1.5 to 2 ടേബിൾ സ്പൂണ്. പിന്നെ അതുപോലെ തന്നെ പെപ്പർ പൗഡർ 2 ടേബിൾ സ്പൂണ്. പിന്നെ പച്ചമുളക് ഒരു 5-8 പച്ചമുളക്. ഇത് സാറിന് ചിക്കനിൽ ഇടാറില്ല. ഇനി ഏലക്കായ് പൊടിയും കൂടെ ഇടാനുണ്ട്, ഒന്ന് മിക്സ് ചെയ്യാം. ഇനി 1.5 ടേബിൾ സ്പൂൺ ഏലക്കായ് പൊടിച്ചത് കേട്ടോ. 5 ഡ്രൈ ലെമൺ കേട്ടോ, 5 ഡ്രൈ ലെമൺ അത് എന്തായാലും വേണേ. ഇനി ബീഫ് ഞാൻ ഇതാ 200 ഗ്രാം സൈസിലാണ് ബീഫ് കട്ട് ചെയ്തെടുത്തത്. ഇത് 200 ഗ്രാം, ഇതാ വലിയ ബീഫാണ്. ആ രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ള പീസുകൾ ഇടാം, മുഴുവനായിട്ട് ഇടാം ഇതിലേക്ക്. ഇത് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യണേ. മസാല എല്ലായിടത്തും കൊള്ളണം. ഇവിടെ നല്ല കാക്കയുടെ കരച്ചിലെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം മിക്സിങ് എല്ലാം ആയതിനു ശേഷം മാത്രമാണ്. അപ്പോൾ ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ബസ്മതി റൈസാണ് കേട്ടോ. അത് ബസ്മതി റൈസ് ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ലോങ് റൈസ്. അപ്പോൾ അതിന് 1-1.5 എന്നുള്ള അളവാണ്. 1 കപ്പ് അളവിന് 1.5 എന്നുള്ള വെള്ളമാണ്. അപ്പോൾ അതിന് കണക്കായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. 1-1.5 എന്നുള്ള അളവിൽ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഞാൻ വെക്കുന്ന ഇപ്പോൾ ഏകദേശം ഒരു 7 കിലോ ഉണ്ടാവും. അപ്പോൾ 1-1.5 എന്നുള്ള അളവ് വെച്ചിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് ഉപ്പ് ഇടാം. നിങ്ങൾ ഉപ്പിട്ടിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം. ഇങ്ങനെ ഏകദേശം ഒരു അളവ് നോക്കിയിട്ട് ഒരു ഇതാക്കണം, കോലളവ് നോക്കണം കേട്ടോ. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവസാനം നമ്മൾ ബീഫ് എടുത്ത് മാറ്റുമോ റൈസ് ഇതിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്കിതിന് മൂടി വെക്കാം. ഇതാ ഞാൻ ഏകദേശം ഒരു അളവ് നോക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇത്ര, അത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നുമല്ല. 1-1.5 എന്നുള്ള തന്നെ ഫോളോ ചെയ്യുക, എന്നിട്ട് അത് ചെയ്യാം. ഇനി നമുക്കിത് മൂടിയിടാം. നമ്മൾ ബീഫ് ആയിട്ടുണ്ട്, ഏകദേശം 3 മണിക്കൂറോളാണ് കുക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ ചെമ്പിൽ ചെയ്യുന്നവരാണെങ്കിൽ, ഇത്ര വലിയ പീസാക്കിയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതേ മെത്തേഡ് ഫോളോ ചെയ്യുക. അതല്ലാതെ നിങ്ങൾ ചെറിയ ഒരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കുക്കറിൽ ചെയ്യുക.
കുക്കറിൽ 1 മണിക്കൂർ കേട്ടോ, 1 മണിക്കൂറോളം ചെയ്യുക. എന്നിട്ട് കുക്കർ അടച്ച് 15 മിനിറ്റിന് ശേഷം മാത്രമേ ഓപ്പൺ ആക്കാൻ പാടുള്ളൂ. അന്നേരം രണ്ടാമത് നിങ്ങൾ അരി ഇടുമ്പോൾ വെള്ളം ചെക്ക് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് കോലിൻ്റെ അളവ് നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇപ്പം ഇത് വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ചൂടുവെള്ളം ആക്കിയിട്ടുണ്ട്. ആ ചൂടുവെള്ളം ഇതിലേക്ക് ഇപ്പോൾ ഒഴിക്കോട്ടെ. എന്നിട്ട് ഏകദേശം 1.5 ഞാൻ എത്ര എടുത്ത് ആ അളവ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലേവർ ചെക്ക് ചെയ്യണം. അതിന് ശേഷം മാത്രമേ അരി ഇടുള്ളൂ കേട്ടോ. ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിം ഇടുക. ഹൈ ഫ്ലെയിം ഇട്ടിട്ട് നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്യണേ. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ക്രോസ് ചെക്ക് ചെയ്യണം. ഞാൻ ഇതിൽ വീഡിയോയിൽ ഇവിടെ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. ഈ മാർക്കിന് കണക്കായിട്ടായിരുന്നു എൻ്റെ ആദ്യം വെള്ളം ഉണ്ടായിരുന്നത്. അങ്ങനെ നിങ്ങൾ മാർക്ക് ഇട്ടിട്ട് ചെയ്താലും മതി. നമുക്കിതിലേക്ക് റൈസ് ഇടാം. ബീഫ് എടുക്കുന്നില്ല കേട്ടോ. ഞാൻ ചിക്കൻ കപ്സ ആക്കുമ്പോൾ ചിക്കൻ വെളിയിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ബീഫിൻ്റെ ഇതിൽ എടുക്കുന്നില്ല. ഇത് ഡയറക്റ്റിന് ഇതിൽ കുക്ക് ചെയ്യുന്നു കേട്ടോ. ഇതാണ് ഡിഫറൻസ് ഉള്ളത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഹൈയിൽ തന്നെ വെക്കണേ. റൈസ് ഇടുന്ന സമയത്ത് ഹൈയിൽ തന്നെ വെക്കണേ. ഇതാ ഈ പിന്നെ ആ ഫ്ലെയിം ഒന്ന് നിങ്ങൾ കുറക്കേണ്ടത് ഈ ലെവലിലേക്ക് എത്തുമ്പോഴും ഒന്ന് ഇളക്കാം, മൊത്തത്തിലൊന്ന് ഇളക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ. എന്നിട്ടൊന്ന് മൂടി വെച്ചോ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം വറ്റുകയും ചെയ്യും, അങ്ങനെ ടൈറ്റായി വരികയും ചെയ്യും കേട്ടോ. ദമ്മ് ഇതിൽ തന്നെ ദമ്മായി വരും. വീഡിയോ മിസ്സായി കേട്ടോ. ഞാൻ ടൈമായിട്ട് ഞാൻ പെട്ടെന്ന് ഇത് തുറന്നിട്ട് ഇളക്കീനി. അപ്പോൾ ഇളക്കിയിട്ട് മൊത്തം ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പാം കേട്ടോ. ഈ രീതിയിൽ ആയിട്ടുണ്ട് സാധനം. ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആക്കി എടുക്കാന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്ത് എല്ലാം ഓഫാക്കി തുറന്ന് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അങ്ങനെ തന്നെ കുറച്ച് സമയം വെക്കുക. ഒരു 10-15 മിനിറ്റ് വെക്കുക. ഓപ്പൺ ആക്കിയിട്ട് വെക്കുക. അതിന് ശേഷം വിളമ്പാം. അപ്പോൾ നമുക്ക് ആ റൈസൊക്കെ ഒന്ന് സെറ്റായി വരും. ആ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ പിന്നെ ഇതാ ബീഫ് കപ്സ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ എടുത്തിന്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഡ്രൈ ആയിട്ട് തന്നെ എടുത്തിന്. ഇനി ഇതിനകത്ത് ഒന്ന് മല്ലിച്ചപ്പം ഒന്ന് വെതറിടുക. എന്നിട്ട് നമുക്കിത് ഇരുന്നിട്ടൊന്ന് കഴിക്കാം. കുറച്ച് പേരുണ്ട് ഇവിടെ കഴിക്കാൻ. നമുക്കിതൊന്ന് ഇരുന്ന് കഴിക്കാം. ഇത് മുഹമ്മദിന് പിന്നെ ഞാൻ ഇറങ്ങാൻ നേരത്ത് തന്നൊരു ഗിഫ്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ മൂപ്പർക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് എടുക്കുന്നേ. ഇത് ഇന്നത്തെ ടേസ്റ്റിംഗ് പാർട്ട് നിങ്ങളൊരു ക്രൗഡിനെ കണ്ടിട്ടുണ്ടാവും ഇവിടെ. ഇതിൻ്റെ ബാക്കിൽ ക്യാമറയുടെ ബാക്കിൽ പിന്നെയും കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ലിമിറ്റഡ് ആയിട്ട് ആൾക്കാരെ ഇരുത്താൻ പറ്റും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്. ഇത് എൻ്റെ ജ്യേഷ്ഠയുടെ മാബൂക്ക് ഉണ്ട്. മാബൂഖാൻ്റെ പിന്നെ ഒരു ടീം ഓഫ് ഫ്രണ്ട്സാണ്. നമുക്ക് നിങ്ങൾ തന്നെ എല്ലാവരും പരിചയപ്പെടുത്തുന്നത് നല്ലത്. ഗംഭീര്, അനീസ്, ജുനൈദ്, നൗഫൽ, നിസാർ. നിസാർ എന്ന് പറയുന്നത് നമ്മളെ വീടിൻ്റെ ഓണർ മുഹമ്മദ് ഉണ്ണി, നമ്മളെ കൂട്ടുകാർ അടുത്ത ഫ്രണ്ട്. അവരുടെ ജ്യേഷ്ഠനാണ് നിസാർ. മൈക്ക് ബിസിനസ്സുകാരാണ്, എല്ലാവരും ബിസിനസ്സുകാരാണ്. അതിൻ്റെ കൂടെ പല കാര്യങ്ങളായിട്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു ഗെറ്റ് ടുഗദർ പോലെ പിന്നെ നമ്മളെ മമ്മുന്നിൻ്റെ വീട് കൂടുതൽ എല്ലാം കൂടി ആയതുകൊണ്ടൊരു ഫുഡ് റെഡിയാക്കി വെച്ചതാണ് ഇവിടെ. അപ്പോൾ ആക്ച്വലി ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള എൻ്റെ പിന്നെ ഷെഫ്സ് ഓൺ ദ റോഡ് വിളിക്കൂ വരും കഴിച്ചോളി എന്ന ടൈറ്റിലുണ്ട് കേട്ടോ. അതിൻ്റെ യാത്ര തുടങ്ങിയ ദിവസമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ കയറിയിട്ട് പോവാം. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ 5 ഡോക്ടേഴ്സിൻ്റെ IMA കാലിക്കറ്റുള്ള ഡോക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിൻ്റെ ഒരു ഗാദറിങ് അല്ല, അവരെ ഒരു പിന്നെ ഇത് വെച്ചിട്ടുണ്ട് വയനാട്ടിൽ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത്. അതിന് ബാക്കി നൈറ്റ് അവിടെയാണ്. അപ്പോൾ അതിൻ്റെ തുടക്കമാണ്, ഫസ്റ്റത്തെ തുടക്കമാണ്. വെള്ളത്തിന് കൂടിയിട്ടുള്ളത് മുഹമ്മദിന്റെ വീട്ടില്. മുഹമ്മദിന്റെ ബാക്കിലുണ്ട്, അവിടുത്തെ ചിക്സ് എടുക്കുന്നുണ്ട്. ക്യാമറ മുന്നിൽ വരുന്നില്ല. അപ്പോൾ നമുക്കങ്ങനെ കഴിക്കുന്ന പാർട്ടിലേക്ക് പോകല്ലേ. അപ്പോൾ എൻ്റെ യാത്ര ഞാൻ ഇനിയുള്ള എപ്പിസോഡിൽ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള പോകുന്ന വഴിയിൽ എനിക്ക് വേണ്ടപ്പെട്ട അറിയുന്ന ആളെടുത്ത് ടച്ച് ചെയ്തിട്ട് പോകും. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്ര മുഴുവൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് 2 മാസത്തെ യാത്രയാണ് കുടുംബവുമായിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യും. അപ്പോൾ നമുക്ക് കഴിക്കുന്നതിലേക്ക് പോകല്ലേ. ഇത് നിങ്ങൾ കഴിച്ചിട്ട് ബീഫിൻ്റെ കപ്സയാണ്. ഇതിൻ്റെ ചിക്കൻ്റെ മെത്തേഡ് ഞാൻ ഓൾറെഡി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീഫിൽ ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ആണ്. ബീഫും റൈസിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് ഒരുമിച്ച് ദമ്മാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസേ ഇതിലുള്ളൂ. കുക്കിംഗ് ടൈമൊക്കെ കുറച്ച് കൂടുതൽ ടൈമാണ്. ആ കൂടുതൽ ടൈം എല്ലാം ഡീറ്റെയിൽസ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നീട് അത് നോക്കിയിട്ട് ആക്കിക്കോ. അപ്പോൾ കഴിക്കാം. ഇൻഷാ അല്ലാഹ് സ്റ്റാർട്ട് ചെയ്യാം. കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല, നിങ്ങൾ എന്താന്നുള്ള ഫീല് നോക്കിയിട്ട് പറയാം. വാ കഴിക്കാം.
ഇതെല്ലാം ഫുഡിയാണ് കേട്ടോ, ഇത് ഫുഡ് എല്ലാം ഫുഡിന്റെ ആൾ. നമുക്ക് എനിക്കൊന്ന് എന്നെ വിളിക്കുന്നവരൊക്കെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ അവരെ വിളിക്കുന്നത്. ഇതാ ആൾക്കാരിന് വരുന്നു. ഞാൻ വെള്ളം അനൗഷി നല്ല എരിവ് പൊതുവെ ഇപ്പൊ എരിവ് തീരെ പിടിക്കുന്നില്ല, അതുകൊണ്ട് മൂപ്പര് വെള്ളത്തിന്റെ മുകളിലാണ്. എങ്ങനെ നിങ്ങൾ കഴിച്ചിട്ട് എങ്ങനെ കഴിച്ചോ? എന്താണ് കഴിച്ചിട്ട് എന്താണ് ഫീൽ ചെയ്തത്? അത് ടേസ്റ്റ് എന്നല്ല, ടേസ്റ്റ് നമുക്ക് പൊതുവെ എന്തിനും പറയാമല്ലോ. നിങ്ങൾക്ക് കഴിച്ചിട്ട് എന്ത് മീറ്റൊക്കെ കഴിച്ചാ? മീറ്റും മീറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇത് ബീഫ് ഇവർക്ക് പിന്നെ എസ്പെഷ്യലി നമ്മൾ മട്ടൺ ചെയ്യാനാ പ്ലാൻ ഉണ്ടായിന്. അപ്പൊ ബീഫ് വീട്ടുകാർ ബീഫ് കഴിക്കൂല, അല്ല മട്ടൺ കഴിക്കൂല, അതുകൊണ്ട് പിന്നെ നമ്മൾ ബീഫിലേക്ക് ഓപ്ഷൻ പോയതാണ്. മമുന്യ. അപ്പൊ എങ്ങനെ നമുക്കൊന്ന് ടൊമാറ്റോന്റെ ഫ്ലേവർ മുകളിലുണ്ടാവും അല്ലേ? ആ ഒരു പുളിയും ആ ഒരു സോറും ഇതൊക്കെ ടേസ്റ്റ് മുകളിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഓക്കെ, നമുക്ക് പിന്നെ വൈൻഡപ്പ് പറയാം. എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ കഴിക്കുന്നതിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ, എന്നാൽ എല്ലാവരോടും ബൈ. പിന്നെ നമ്മൾ ഇനിയും അടുത്ത റെസിപ്പി അടുത്ത ബ്രദറിൻ്റെ അടുത്താണ്, അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ, എന്നാൽ എല്ലാവരോടും ബൈ. നമുക്ക് ബൈ പറയാം.